എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് അരിമുറുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഓണത്തിന് പലഹാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ അധികം താമസിയാതെ അരിമുറുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ 2 കപ്പ് വെള്ളം ഒരു സോസ് പാനിൽ നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. 2 കപ്പ് നമ്മൾ എടുത്തിരിക്കുന്നതാണ്. ഇതിലെല്ലാം നമുക്ക് ചേർക്കേണ്ടതില്ല, ആവശ്യാനുസരണം ചേർത്താൽ മതി. അപ്പോൾ ഈ വെള്ളത്തിൽ ഞാനിപ്പോൾ ഉപ്പൊന്നും ചേർക്കാതെ വെറുതെ ഒന്ന് തിളപ്പിച്ച് എടുക്കുകയാണ്. നന്നായിട്ട് തിളച്ച് വരണം. തിളച്ച വെള്ളത്തിലാണ് നമ്മൾ മാവ് കുഴയ്ക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. വറുത്ത അരിപ്പൊടി, നമ്മൾ പാക്കറ്റിലൊക്കെ കിട്ടുന്ന ഇടിയപ്പം പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമ്മൾ 1.5 കപ്പ് അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഞാൻ 2 കപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു 3 ടേബിൾ സ്പൂൺ കടലമാവും കൂടെ ചേർക്കുകയാണ്. കടലമാവിന് പകരം നിങ്ങൾക്ക് ഉഴുന്ന് വറുത്ത് പൊടിച്ചിട്ടും ചേർക്കാവുന്നതാണ്. കടലമാവ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി മുറുക്കിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് മോദകം. ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കറുത്ത എള്ളോ അല്ലെന്നുണ്ടെങ്കിൽ കരിഞ്ചീരകമോ ചേർക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടറിന് പകരം നിങ്ങൾക്ക് നെയ്യും എടുക്കാവുന്നതാണ്. ആദ്യം ഇത് കൈവച്ചിട്ട് നന്നായിട്ട് ഒരു ബട്ടറൊക്കെ എല്ലാ ഭാഗത്തേക്കും മിക്സ് ആക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന തിളച്ച വെള്ളം കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം ചൂടായിരിക്കും, അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് വേണം കൈ വെച്ചിട്ട് കുഴയ്ക്കാനായിട്ട്. വെള്ളമെല്ലാം കൂടെ ആദ്യമേ എടുത്തൊഴിക്കരുത്. ഓരോ അരിപ്പൊടിക്കും നമ്മൾ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസപ്പെട്ടിരിക്കും. ഞാൻ ഈ എടുത്തിരിക്കുന്ന അരിപ്പൊടിക്ക് അധികം വെള്ളം വേണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് മൊത്തത്തിൽ ഇതിൽ ചേർത്തിരിക്കുന്നത്. ഓരോ ബ്രാൻഡ് അനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് വേരി ചെയ്യാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ആവശ്യാനുസരണം ചേർക്കാം. അവസാനം ഇത് കുഴയ്ക്കാനാവുന്നൊരു പരുവാകുമ്പോഴത്തേക്ക് നമുക്കിനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഉടനെ തന്നെ നമുക്ക് മുറുക്കാക്കി എടുക്കാം. മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ഇത് അടച്ച് വേണം വെക്കാനായിട്ട്. തുറന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈ ആയി പോകും. ഇനി നമുക്ക് മുറുക്കിൻ്റെ അച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സ്റ്റാർ അച്ചാണ്. അപ്പോൾ അത് സേവനാഴിയിലിട്ട് കൊടുത്തിട്ട് നമുക്കിനി ഇത് മുറുക്കാക്കി എടുക്കാം. അപ്പോൾ സേവനാഴിയുടെ ഉള്ളിൽ കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കാൻ മറക്കരുത്. ഞാനിവിടെ എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു മാവ് കുറേശ്ശെ എടുത്തിട്ട് നമുക്കിതിൽ വെച്ചിട്ട് ചുറ്റിച്ചെടുക്കാം. ഇത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നവർക്ക് പോലും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതുപോലെ പ്രസ് ചെയ്യാനായിട്ട് ഭയങ്കര ഈസിയാണ്. നല്ല സോഫ്റ്റായിട്ട് ഇത് വന്നോളും. ഞാനിവിടെ ഒരു ബട്ടർ പേപ്പറിൽ കുറച്ച് ഓയിലൊന്ന് തടവിയിട്ട് ഇത് ചുറ്റിച്ചെടുക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചുള്ള വലിപ്പത്തിൽ ഇത് ചുറ്റിച്ചെടുക്കാം. ബട്ടർ പേപ്പർ തന്നെ വേണമെന്നില്ല, തവിയിലോ അല്ലാന്നുണ്ടെങ്കിൽ വാഴയിലയിലോ നിങ്ങൾക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് പ്ലെയിൻ ആയിട്ടുള്ളൊരു മുറുക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പം വെറൈറ്റി ആയിട്ടുള്ള മുറുക്കുകളൊക്കെ നമ്മളിനി വരും ദിവസങ്ങളിലൊക്കെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മളിത് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ എൻഡ് ഭാഗവും അതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്ത ഒരു ഭാഗവും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇടുമ്പോൾ അത് അഴിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ മുറുക്ക് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ മുറുക്കും ഇതേപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. മൊത്തത്തിൽ ഒരു 16 മുറുക്ക് എനിക്ക് ഈ അളവിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഈ വലുപ്പത്തിൽ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ റിഫൈൻഡ് ഓയിൽ എടുക്കാം. ഞാനിവിടെ ഫ്രൈയിങ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിനി ഇത് മുറുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ അച്ചപ്പം, പക്കാവട, അതുപോലെ തന്നെ മിക്സ്ചർ, കുറേ സ്നാക്സിൻ്റെ റെസിപ്പീസിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്കൊക്കെ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിനി ഇത് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇനി ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യത്തെ ഇട്ടപ്പം ചെറുതായിട്ടൊന്ന് മടങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ഒരു ബട്ടർ പേപ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് കയ്യിലെടുത്തിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ തീ വെക്കുമ്പോൾ ഒരുപാട് കൂട്ടി വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കടലമാവ് ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ ഉഴുന്ന് ചേർത്ത് ഉണ്ടാക്കുന്നതിനേക്കാട്ടിലും ഒന്നുകൂടി നല്ലൊരു ടേസ്റ്റാണ് കടലമാവ് ചേർത്തപ്പം കിട്ടിയത്. പിന്നെ കടലമാവ് ഈസിയാണ് ചേർക്കാനും, ഉഴുന്ന് വറുത്തൊന്നും പൊടിക്കേണ്ട. അതുപോലെ നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റിയുമാണ്. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനെക്കാട്ടിലും നല്ല ടേസ്റ്റി ആയിട്ട് ഈ മുറുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കളറൊന്ന് ചേഞ്ച് ചെയ്തപ്പോഴത്തേക്ക് നമുക്കിത് കോരി മാറ്റാം. ഒരുപാടങ്ങ് ബ്രൗൺ നിറമായാലും ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും. അങ്ങനെ നമ്മൾ മുഴുവൻ മുറുക്കും ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റിയുള്ള മുറുക്കാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയ റെസിപ്പി വീഡിയോസുമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. താങ്ക്